വരാം. ഇപ്പോൾ സമരസമിതിയിൽ നിന്ന് ദിനേശ് പെരുമണ്ണ കൂടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ദിനേശ്, നമ്മൾ ഈ ഒരു അവസരത്തിൽ ഹർഷിന വീണ്ടും സമരത്തിന് ഇറങ്ങുകയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ടാണ് ആ സ്ത്രീ ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനിയും അവരുടെ ആവശ്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ സർക്കാരിനാകുമോ അധികൃതർക്കാകുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉയരുകയാണ്. അല്ല, സർക്കാർ എന്തുകൊണ്ടാണ് ഹർഷിനക്ക് നീതി ഉറപ്പാക്കാൻ ഇങ്ങനെ വൈകുന്നത്? ഇപ്പോ നീതി ഉറപ്പാക്കാൻ ഞങ്ങളൊക്കെ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് സർക്കാരിന് ബോധ്യമായി കഴിഞ്ഞാൽ അവർ നീതി ഉറപ്പാക്കുമെന്നായിരുന്നു. ഇപ്പൊ ഹർഷിനക്ക് മുൻപിൽ എത്തിച്ചേർന്ന നീതിയുടെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. സർക്കാർ തന്നെയാണ് ഇപ്പോൾ കൂട്ടുനിൽക്കുന്നത് ഈ കേസ് അട്ടിമറിക്കാൻ. ആദ്യം സർക്കാർ പറഞ്ഞത് എന്താ? സർക്കാർ പറഞ്ഞു ഇത് എവിടെ നിന്നാണ് എന്ന് കൃത്യമായിട്ട് തെളിയിക്കപ്പെടട്ടെ, എന്നാൽ ഹർഷിനക്ക് നഷ്ടപരിഹാരം നൽകും, കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും. ഈ സർക്കാരിന്റെ തന്നെ പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുദർശനന്റെ നേതൃത്വത്തിലുള്ള പോലീസ് ടീം അന്വേഷിച്ച് ആ അന്വേഷണത്തിലാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത്. കൃത്യമായിട്ടും അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നാണ് ഈ നെഗ്ലിജൻസ് നടന്നിട്ടുള്ളത്. അവരുടെ വയറ്റിനകത്ത് 12 സെന്റിമീറ്റർ നീളത്തിലും 6 സെന്റിമീറ്റർ വീതിയിലുമുള്ള ഈ പ്രസവ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണം പെട്ടിട്ടുള്ളത്. അത് പേറി 6 വർഷക്കാലം ആ സഹോദരി കഷ്ടപ്പെട്ട് വലിയ ദുരിതം പേറി ജീവിച്ചവരാണ്. എന്നിട്ടത് ആ കത്രിക പുറത്തെടുത്തതിന് ശേഷം മന്ത്രി പറഞ്ഞത് ഇത് എവിടെ നിന്നാണെന്ന് തെളിയട്ടെ. എല്ലാം നടന്നത് ഹർഷിനയുടെ ശസ്ത്രക്രിയ നടന്നത്, പ്രസവം നടന്നിട്ടുള്ളത് ആദ്യം 2 താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ വെച്ച്, പിന്നീട് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്, 3 സർക്കാർ ആശുപത്രിയിൽ വെച്ചാണ്. ഏത് ആശുപത്രിയാണെങ്കിലും സർക്കാരായിരുന്നു ഉത്തരവാദി. പക്ഷെ അന്ന് പറഞ്ഞത് ഇത് ഏത് ആശുപത്രിയിൽ നിന്നാണെന്ന് തെളിയട്ടെ. അപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്നാണ് 2 ഡോക്ടർമാരും 2 നഴ്സസ്മാരും പ്രതികളാണ് എന്ന് കൃത്യമായും തെളിവുകളോടുകൂടി ഈ സർക്കാരിന്റെ തന്നെ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും എന്തുകൊണ്ടാണ് ഹർഷിനക്ക് നീതി ഉറപ്പാക്കാത്തത്? നീതി ഉറപ്പാക്കുന്നില്ല എന്ന് മാത്രമല്ല, ഹർഷിനയുടെ പേരിലുള്ള കുന്നമംഗലം കോടതിയിലുള്ള കേസ് ഹൈക്കോടതിയിൽ ആ കേസിന് സ്റ്റേ കിട്ടാൻ ഇവിടെയുള്ള പ്രോസിക്യൂഷൻ സർക്കാരിന്റെ അഭിഭാഷകർ മൗനം പാലിച്ചു, പ്രതികൾക്ക് അനുകൂലമായി നിന്നു എന്നാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ഇത് വളരെ സർക്കാർ തന്നെ ഇപ്പോ അവർക്ക് നീതിയുടെ വാതിലുകൾ കൊട്ടിയടക്കുകയാണ്. ശ്രീ ദിനേശ് പെരുമണ്ണ, ഇതിനു മുമ്പും ഹർഷിന തെരുവിലേക്ക് ഇറങ്ങിയിരുന്നു, നമ്മൾ കണ്ടതാണ് ആ സമരം. പക്ഷേ ഇപ്പോൾ അല്ലെങ്കിൽ ഒരു തവണ കൂടി ഇറങ്ങുമ്പോൾ പ്രതീക്ഷ വയ്ക്കുന്നത് എന്താണ്? ഇത്രയും നാളിത് കാണാതിരുന്ന അല്ലെങ്കിൽ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിച്ച ആളുകൾ ഇനിയും കണ്ണു തുറക്കുമെന്നാണോ പ്രതീക്ഷ? അല്ല, ഹർഷിന മാത്രമല്ലല്ലോ ഈ സമരത്തിന് ഇറങ്ങുന്നത്. ഹർഷിനക്കൊപ്പം വലിയ ഒരു സമരസമിതി, ഒരു പൊതുജനങ്ങളുടെ ശക്തിയുണ്ട്. ആ ശക്തി ഒന്നടങ്കം ഹർഷിനക്കൊപ്പം ഉണ്ട്. 104 ദിവസക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ തെരുവിലിരുന്നു കൊണ്ട് സഹോദരി സമരം ചെയ്തപ്പോൾ ഞങ്ങളെല്ലാം ആ സമരസമിതി അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളതാണ്. അവരെ കാക്കാൻ കേരളത്തിലെ പൊതുസമൂഹം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ അതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹർഷിനയുടെ മാത്രം തീരുമാനമല്ല, ഞങ്ങൾ സമരസമിതിയുടെ കൂടി തീരുമാനമാണ്. കോഴിക്കോട് കലക്ട്രേറ്റിന് മുൻപിൽ ഈ വരുന്ന അടുത്ത ദിവസം അവിടെ 29-ാം തീയതി ഏകദിന സത്യാഗ്രഹം നടത്താൻ, തുടർന്നും സമരങ്ങൾ ചെയ്യും. ഈ സെക്രട്ടേറിയറ്റ് ഈ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോൾ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഞങ്ങൾ സമരം ചെയ്യും. തുടർന്ന് ഈ സമരങ്ങൾ ഞങ്ങൾ കൊണ്ടുപോകും. ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ വലിയ ചർച്ചകളാണല്ലോ നടക്കുന്നത്. ആരോഗ്യ വകുപ്പ് മന്ത്രി പറയുന്നത് ആരോഗ്യ മേഖല കേരളത്തിലേത് വാനോളം ഉയർന്നു നിൽക്കുന്നു, ഏത് സംവാദത്തിനും തയ്യാറാണ് എന്നാണ്. ആ സഹോദരി ആരോഗ്യ വകുപ്പ് മന്ത്രിയെ സംവാദത്തിന് വിളിച്ചില്ലേ? ഹർഷിന ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംവാദത്തിന് തയ്യാറാണ്. ആ സംവാദത്തിന് വേദിയൊരുക്കാൻ മന്ത്രി പറയുന്ന ഇടത്ത് സമരസമിതി തയ്യാറാണ്. എന്തുകൊണ്ടാണ് അവരുടെ മുന്നിൽ മന്ത്രി ഒളിച്ചോടുന്നത്? ഈ സർക്കാർ ഒളിച്ചോടുകയല്ലേ? അപ്പോ ഹർഷിനെ ഒറ്റയ്ക്കല്ല, വീണ്ടും ഈ സമരം കേരളത്തിൽ ആളിപ്പടരും. ശരി, വളരെയധികം നന്ദി ശ്രീ ദിനേശ് പെരുമണ്ണ ഞങ്ങളോട് സംസാരിച്ചു. എന്തായാലും സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹർഷിന ഒറ്റയ്ക്കല്ല എന്ന് പറയുമ്പോൾ സമരസമിതി അത്രയ്ക്ക് കൂടെ നിൽക്കുന്നു. ഇനിയും മുന്നോട്ട് പോകും, സമര രീതി മാറ്റിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ശ്രദ്ധ നേടുമെന്ന് തന്നെയാണ് സമരസമിതിയും പറയുന്നത്. അനീഷ് തുടരുന്നുണ്ട്. അനീഷ്, ഈ ഹർഷിന നേരത്തെയും സമരം ഇരുന്നതാണ്, 100 ദിവസത്തിലകം അധികമൊക്കെ സമരം ഇരുന്ന ആളാണ്. ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യ കേരളത്തെക്കുറിച്ചൊക്കെ നമ്മൾ വാനോളം
പറയുമ്പോൾ ഒരു കത്രിക ഉള്ളിൽ വെച്ച് ഒരു സർജറിക്ക് ശേഷം ഒരു രോഗിയുടെ വയറിനുള്ളിൽ കത്രിക വരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രത്തോളം നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതിൽ ഒരു നടപടി ഉണ്ടായില്ല. ഇത് കണ്ടുപിടിച്ച ഉടനെ ഒരു നടപടി ഉണ്ടാകേണ്ടതാണ്, അല്ലെങ്കിൽ തെളിവുകൾ നിരത്തിയപ്പോഴെങ്കിലും നടപടി ഉണ്ടാകേണ്ടതാണ്. അതുപോലും ഉണ്ടായില്ല എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമല്ല. തീർച്ചയായും അശ്വതി, നമുക്കറിയാം മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ഏറ്റവും അധികം ആളുകൾ എത്തുന്ന ഒരു മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി. വളരെ കാര്യപ്രാപ്തിയുള്ള ഒരുപാട് ആരോഗ്യ പ്രവർത്തകർ, ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ അവരുടെ നിസ്വാർത്ഥമായ സേവനം നൽകുന്ന ഒരു ഇടം കൂടിയാണ്. പക്ഷേ അവിടെ നിന്നും പതിവായി പരാതികൾ ഉയരുന്നു. നമുക്കറിയാം ICUവിൽ ഒരു രോഗിയായ സ്ത്രീ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ, ശരീരഭാഗം മാറി ശസ്ത്രക്രിയ ചെയ്യപ്പെടുന്ന അവസ്ഥ, ഒപ്പം ഒരു ബ്ലോക്ക്, ഒരു കെട്ടിടം അപ്പാടെ തീ പിടിച്ച് നശിക്കുന്ന അവസ്ഥ. ആ തീപിടുത്തമുണ്ടായി ആഴ്ചകൾ കഴിഞ്ഞ് അല്ലെങ്കിൽ മാസങ്ങൾ കഴിഞ്ഞിട്ട് പോലും പൂർണ്ണ രീതിയിലേക്ക് അല്ലെങ്കിൽ ആ കെട്ടിടത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കാൻ കഴിയാത്ത വിധം സ്തംഭനാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോഴും ഓരോ വിഷയവും ഒറ്റപ്പെട്ട വിഷയമാണ് എന്ന് പറഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിനപ്പുറം എന്താണ് പ്രശ്നമെന്ന് കൃത്യമായി കണ്ടെത്താനുള്ളൊരു നീക്കം നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഹർഷീന അടക്കം പറയുന്നത്. കാരണം ഹർഷീനയുടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതുകൊണ്ട് അല്ലെങ്കിൽ ആ ശസ്ത്രക്രിയ ഉപകരണം കുടുങ്ങിയതുകൊണ്ട് ആശുപത്രി ഒന്നടങ്കം മോശമാണ്, അല്ലെങ്കിൽ ആശുപത്രിയിൽ ചികിത്സയെല്ലാം പിഴവുകൾ നിറഞ്ഞതാണ് എന്ന ആരോപണമൊന്നും അവർ ഉന്നയിക്കുന്നില്ല. പക്ഷേ ഈ പിഴവുകൾ ഉണ്ടാകുമ്പോൾ ആ പിഴവുകൾ എവിടെ നിന്നുണ്ടായി എന്ന് കണ്ടെത്തുന്നതിനും പിഴവിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുന്നതിനും ഈ പിഴവിൻ്റെ പരിണതഫലം അനുഭവിക്കുന്ന ഇരയ്ക്ക് മതിയായ നഷ്ടപരിഹാരം നൽകുന്നതിനുമുള്ള ബാധ്യത ആ ആരോഗ്യ സംവിധാനമുണ്ട്. അപ്പോഴാണ് സുഭദ്രമായ സംവിധാനത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒരു വിശ്വാസ്യത ആളുകൾക്ക് വരിക. പക്ഷേ ഇത് ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അത് മറച്ചു വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുന്നതിനോ ഇരയുടെ നീതി നിഷേധിക്കുന്നതിനുള്ള നീക്കമാണ് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നാണ് ഹർഷീന ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. എന്താണ് ആ തടസ്സം? പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ശസ്ത്രക്രിയക്കിടെയാണ് ഈ ഉപകരണം വയറ്റിൽ കുടുങ്ങിയതെന്ന്. ഉത്തരവാദികളായ ഡോക്ടർമാർ ആരൊക്കെയാണ് എന്ന അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇത്ര കൃത്യമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്ന സാഹചര്യത്തിലും എന്തിനാണ് വീണ്ടും ഒരു പ്രതിരോധം തീർക്കാൻ മന്ത്രി ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ ഇരയെ വീണ്ടും വീണ്ടും ആക്ഷേപിക്കുന്ന അവർ നടത്തുന്ന സമരങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുന്നത് എന്തിനു എന്ന ചോദ്യമാണ് ഇപ്പോഴും ബാക്കിയാവുന്നത്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടി തന്നെയാണ് വീണ്ടും ഹർഷീന സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. ശരി, എം. സനീഷ് കുമാറാണ് വിശദവിവരങ്ങൾ നൽകിയത്.